ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമുക്ക് സാവകാശം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for an opportunity that God has given to us to be in His Word. പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു ഭാഗമാണ് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Because of the special circumstance that we have, I want to consider a specific passage from the Scriptures. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. Let's turn to 2 Corinthians chapter 5 verses 6 through 8. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആകുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാൽ അല്ല, വിശ്വാസത്താൽ അത്ര നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. 2 Corinthians 5 verse 6 on. So we are always confident, knowing that while we are at home in the body, we are absent from the Lord. For we walk by faith, not by sight. We are confident, yes, well pleased rather, to be absent from the body and to be present with the Lord. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു ഞങ്ങൾ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. Here the apostle says we know this. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും ഒരു പറയുന്നുണ്ട് ഞങ്ങൾ അറിയുന്നു. In the beginning portion of chapter 5 he says the same thing, for we know. അവിടെ പറയുന്നത് ഈ ഭൗമമായ ഈ ശരീരം അഴിഞ്ഞു പോയാൽ ഒരു നിത്യമായ ഒരു കെട്ടിടം സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കുന്നു എന്നതാണ്. There he says when this earthly tent is destroyed, there we will have a building in heaven. അത് ഒരു ഈ ശരീരത്തെ ഒരു കൂടാരത്തോടെയാണ് അവിടെ അപ്പോസ്തലൻ ഉപമിക്കുന്നത്. Our body is compared to a tent. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഈ കൂടാരം കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. How many of us have seen a tent in real life? I do not know. ഇന്ന് ഹോം ഡിപ്പോയിലൊക്കെ വലിയ പരസ്യം കണ്ടിട്ടുണ്ട് 3 ബെഡ്റൂം ഒക്കെ ഉള്ള ടെന്റ് ഉണ്ടെന്ന്. I've seen these ads in Home Depot and all that where we see tents with 3 where you can fit 3 beds and stuff. എന്നാൽ പഴയ കാലത്തെ വളരെ പരിമിതമായ സ്ഥലം മാത്രമേ ഒരു കൂടാരത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. But in olden times a tent was so small and the space within that was very limited. എന്നാൽ മാത്രമല്ല കൂടാരം അത് മാറ്റി അടിക്കുന്നതാണ്. Not only that, a tent could be taken from place to place. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൂടാരമായ ഭവനം അഴിഞ്ഞു പോകും എന്നാണ്. Here he says that this earthly tent will be destroyed. എന്നാൽ അത് അഴിഞ്ഞു പോയാൽ ശാശ്വതമായ ഒരു കെട്ടിടം ദൈവം സ്വർഗ്ഗത്തിൽ ദാനമായിട്ട് നമുക്ക് ഒരുക്കുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. But when this tent is destroyed, it says that we have a permanent building which God is preparing for us in heaven. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ചിലർ പറയും ലോട്ടറി അടിച്ചെന്ന് പറയും. എന്ന് പറഞ്ഞാൽ മരണം ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണ് എന്ന് നമുക്ക് ഇതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. Some people may say that we have won the lottery, and we see that death in a sense is like winning the lottery. കാരണം നമ്മുടെ ഈ കൂടാരം ഒഴിഞ്ഞു പോകുമ്പോൾ ശാശ്വതമായ ഒരു ഭവനം ദൈവം ദാനമായിട്ട് സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ് വലിയ കെട്ടിടം. Because when this temporary tent is done away with, then God is preparing for us a permanent house in heaven. അതെ, ഇവിടെ അത് ആ കെട്ടിടത്തെ കുറിച്ച് അല്ലെങ്കിൽ അതാണ് ആ വിഷയം ഞങ്ങൾ അറിയുന്നു എന്ന് അപ്പോസ്തലൻ 1-ാം വാക്യത്തിൽ പറയുന്നു. And this specific subject apostle says we know. രണ്ടാമത് 6-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു ഞങ്ങൾ അറിയുന്നു. Verse 6 again he says we know this. അവിടെ ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു എന്നാണ് വായിക്കുന്നത്. There we read so we are always confident, knowing that while we are at home in the body, we are absent from the Lord. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആ പരദേശി എന്നുള്ള വാക്ക് ശരിയായ ട്രാൻസ്ലേഷൻ ഇല്ല. എന്നാൽ മലയാളത്തിൽ പരദേശി എന്നാൽ ഞങ്ങൾ പരദേശികളാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. In Malayalam you see the extra word, the word sojourner or a pilgrim being used. That's not found in the English translation. അതെ, കാരണം ദൈവ മക്കളുടെ ശാശ്വതമായ ഭവനം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അല്ല എന്നുള്ളതാണ് പരദേശവാസത്തിന്റെ
അവിടെ അർത്ഥം വരുന്നത്. The meaning is this, that God's people are only temporarily living here, that they are just pilgrims, their permanent home is not here. അത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു എന്ന്. In Philippians chapter 3 and verse 20, we read that our citizenship is in heaven. മാത്രമല്ല അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു എന്നവിടെ വായിക്കുന്നു. Not only that, from that place or from heaven, our Lord will be coming even as we wait for him. അത് പരദേശികായിട്ട് പാർക്കുന്ന ഒരു ആൾക്ക് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ട്. A person who is living here temporarily, there's a desire in their heart. ദൈവ മക്കളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആശ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വരും എന്നുള്ളതാണ്. And the desire and the hope of each one of us as believers is that the Lord will be coming. അത് കർത്താവ് വന്ന് നമ്മെ അവന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. He will come and he will take us into his kingdom. എന്നാൽ കർത്താവ് താമസിക്കുന്നത് കൊണ്ട് അവൻ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മെ അവന്റെ സന്നിധിയിലേക്ക് വിളിക്കുവാനായിരിക്കും കർത്താവിന് ഇഷ്ടം തോന്നുന്നത്. But if his coming is delayed, then his good pleasure might be to call us home with him. കാരണം യോഹന്നാൻ 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദാസൻ എല്ലായ്പ്പോഴും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രൻ വസിക്കുന്നു എന്ന് പറയുന്നു. Because in John chapter 8, and which verse was that? 35. In verse 35, he says that the servant does not always abide in the house, but a son abides in the house. അതേപോലെ ഒരു പരദേശി എന്നും പരദേശത്തെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. In the same way, a sojourner does not always live in the place that he is sojourning in. അത് അവന്റെ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നുള്ളതാണ് ഒരു പരദേശിയുടെ ആഗ്രഹം. His desire is to go back to his permanent home. അത് അവന് ആ പരദേശത്ത് എന്തു തന്നെ ഉണ്ടായാലും അവന് ആ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ആ പരദേശിക്ക് ഉണ്ടായിരിക്കും. No matter how much or what he has in that foreign land, he always wants to be back home. നമ്മൾ ഈ രാജ്യത്തൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കത്ര അറിയത്തില്ല. എന്നാൽ ഗൾഫ് കൺട്രിയിലും അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ പരദേശികളായിട്ട് പാർക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. It doesn't strike us much because of the freedoms and the conveniences that we enjoy here in America. But if you go to Gulf countries and things like that, people who are dwelling there temporarily face a lot of challenges. അത് പഴയ നിയമ വിശുദ്ധന്മാരിലും നമുക്ക് കാണുവാൻ കഴിയും, അവർക്കും അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നുള്ളത്. In the same way, the Old Testament saints also had that desire that they wanted to go back to the land of their forefathers. നമുക്ക് യാക്കോബിനോടുള്ള ബന്ധത്തിൽ അത് നോക്കുവാൻ കഴിയും. We can consider that in relation to Jacob. കാരണം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബ് 20 സംവത്സരം ലാബാന്റെ കൂടെ ആയിരുന്നു. Because when we go to Genesis chapter 31 and in verse 38, we read that Jacob was with Laban for 20 years. 20 വർഷം അവിടെ താമസിച്ച് 2 ഭാര്യമാരെ അല്ലെങ്കിൽ കണക്കി പറഞ്ഞാൽ 4 ഭാര്യമാരും അവരിൽ വളരെ പുത്രസമ്പത്തും അതുപോലെ ദാസന്മാരെ, ആട്, കഴുത, ഒട്ടകം, ഇങ്ങനെ വളരെ സമ്പത്ത് തനിക്ക് അവിടെ സമ്പാദിക്കുവാൻ സാധിച്ചു. He dwelt there for 20 years. He essentially ended up having 4 wives. He had servants, male servants, female servants, all kinds of livestock and all kinds of wealth. യാക്കോബ് തന്നെ പറയുന്നുണ്ട്, ഇതാ ഞാനിപ്പോൾ 2 കൂട്ടമായിരിക്കുന്നു, അത്രമാത്രം താൻ അവിടെ സമ്പാദിച്ചു. And he is quoted saying that I have become 2 groups. That's how big and wealthy he became. എന്നാൽ യാക്കോബ് ഒരു സമയം വന്നപ്പോൾ മനസ്സിലായി, ഇത് അവന്റെ നാടല്ല, സ്വന്തം നാട്ടിലേക്ക് വാഗ്ദത്തം ചെയ്ത തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകണം എന്ന് യാക്കോബിന് ആഗ്രഹമുണ്ടായി. But at one point he came to the realization that that was not his home, that he needed to return to the promised land, the land of his forefathers. അങ്ങനെ താൻ മടങ്ങി പോരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So then we see that he returns and makes his way back to that land. ഒരു പ്രവാസി എപ്പോഴും മടങ്ങി പോകുവാൻ, സ്വന്തം നാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. So a foreigner is someone who always wants to return back home. ഈ പഴയ നിയമ വിശുദ്ധന്മാരും ഈ ആഗ്രഹം തന്നെ ഉള്ളവർ ആയിരുന്നു. The Old Testament saints also had a similar desire. അതുകൊണ്ടാണ് ദാവീദ് പറയുന്ന 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം, മലയാളത്തിൽ ദീർഘകാലം എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ ഫോർ എവർ എന്ന് പറഞ്ഞാൽ എന്നേക്കും വസിക്കും എന്ന്
ദാവീദ് പറയുന്നു. That is why David in Psalm 23 and verse 6 says that I will dwell in the house of the Lord forever. അത് 24-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അത് പറയുന്നത് യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ്റെ ആലയത്തിൽ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും ദാവീദ് ആഗ്രഹിച്ചു എന്ന് അവിടെ നാം വായിക്കുന്നു. Psalm 27:4. Also in Psalm 27:4 we read the desire of the psalmist there, that I may dwell in the house of the Lord all the days of my life, to behold the beauty of the Lord. 26-ന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. We read a similar verse in Psalm 26 and verse 8, Lord, I have loved the habitation of your house and the place where your glory dwells. പഴയ നിയമ വിശുദ്ധന്മാർക്ക് സ്വർഗ്ഗത്തെക്കുറിച്ച് അത്രമാത്രം വെളിപ്പാടില്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We understand that the Old Testament saints did not receive the same level of revelation that we had in New Testament. പുതിയ നിയമ വിശ്വാസികൾക്കാണ് കർത്താവ് യേശുക്രിസ്തുവാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് കൂടുതലായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. It is to the believers in the New Testament that it is specifically the Lord Jesus that has revealed so much concerning heaven. എന്നാൽ അവർക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കണം, ദൈവത്തിന്റെ ആലയമായിരുന്നു അവരുടെ ചിന്ത, അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അവർ ഈ ആലയമെന്നും പറയുന്നത്. എന്നാൽ ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. But their desire was to be always with the Lord, and that is why they longed to be in the house of the Lord. 84-ാം സങ്കീർത്തനത്തിൽ ഇന്നലെ നാം വായിച്ചു, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നുവെന്ന് കോരഹപുത്രന്മാർ പറയുന്നു. We also read from Psalm 84 the desire of the sons of Korah when they say, how lovely is your tabernacle, O Lord of hosts, my soul longs, yes, even faints for the courts of the Lord. അതെ, യഹോവയുടെ പ്രാകാരത്തിലും യഹോവയുടെ വാതിൽ കാവൽക്കാരനായി ഒക്കെ ഇരുന്ന് യഹോവയുമായുള്ള സാന്നിധ്യം, ആ സാമീപ്യം അനുഭവിക്കുവാൻ ഓരോ ആ കോരഹപുത്രന്മാരും ആഗ്രഹിച്ചു. The sons of Korah desired to be in the courts of the Lord and to enjoy the presence of the Lord. അതെ, അങ്ങനെ ആ നിലയിലെ ഒരു പ്രവാസിക്ക് എപ്പോഴും സ്വന്തം വീട് അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശാശ്വതമായ വീട് പൗരത്വം സ്വർഗത്തിലാണ്. എപ്പോഴും അവിടേക്കുള്ള ആഗ്രഹമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. My point is this, that for a foreigner the longing is always to go back home, and as it relates to us as believers, we also want to go back to our permanent home where our citizenship is, which is in heaven. അതെ, ദൈവവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എന്നും ഇവിടെ പരദേശികളായി പാർക്കുവാനല്ല. God's desire is not that we live here as foreigners forever. അതുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രനെ അയച്ച് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. That is why he sent his son to redeem us. നമ്മെ ദൈവ മക്കളായി, മക്കൾ അപ്പനോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം. That is why he has made us his children, and his desire is that the children dwell with the Father. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്നാണ്. Similarly, in John chapter 14, the Lord says, I go to prepare a place for you, and if I go and prepare a place for you, I will come again and receive you to myself. അതെ, കർത്താവ് നമ്മെ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കും എന്നുള്ള ആ വാഗ്ദത്തം തന്നിട്ടാണ് പോയിരിക്കുന്നത്. Our Lord has given us the promise that he will take us into his presence. അതിന്റെ ഉറപ്പായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്നിരിക്കുന്നു. And as a guarantee towards that, he has left his Holy Spirit with us. ഇതിന്റെ 5-ാം അധ്യായം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് നമുക്ക് 2 കൊരിന്ത്യർ 5-ന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു. അതിനായി ഞങ്ങളെ ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആത്മാവിനെ അച്ചാരമായി തന്ന് നമ്മെ അതിനു വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് ദൈവം. And that same idea is expressed in 2 Corinthians 5, the passage that we considered. In verse 5 we read this, now he who has prepared us for this very thing is God, who also has given us the Spirit as a guarantee. അത് മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Also in Romans chapter 8 and verse 23 we read this, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും
നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. Not only that, but we also who have the first fruits of the Spirit, even we ourselves groan within ourselves, eagerly waiting for the adoption, the redemption of our body. അതെ, ആത്മാവിനെ അച്ചാരമായിട്ട് തന്നുകൊണ്ട്, ആദ്യ ഫലമായിട്ട് ആത്മാവിനെ തന്നതുകൊണ്ട് നാം ആ പുത്രത്വത്തിനെ പ്രാപിച്ച് കർത്താവിനോടുകൂടെ ആയിരിക്കണം എന്ന് അവിടെ ഞരങ്ങുന്നു എന്നാണ് വായിക്കുന്നത്. Because we are given the Holy Spirit as a guarantee, because we are given the Spirit as a first fruits, we long to be with Him. ദൈവ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കണം എന്നുള്ളതാണ് ഓരോ ദൈവവിശ്വാസിയുടെയും ആഗ്രഹം. All of us wait eagerly, groaning for the redemption of our body. ദൈവമക്കൾ മാത്രമല്ല, ഇവിടെ 19-ാം വാക്യത്തിൽ വായിക്കുന്നു, സകല സൃഷ്ടികളും ഇന്നുവരെ ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന്. Not only believers, but we read that even the creation itself groans. കാരണം ഈ സൃഷ്ടി പാപം നിറഞ്ഞിരിക്കുന്ന സൃഷ്ടിയിൽ ഈ പാപത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ദൈവപുത്രന്മാരുടെ അല്ലെ നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞിട്ടേ അതിനെ സാധിക്കുകയുള്ളൂ. Because this creation can only be redeemed if the sons of God or us, each one of us, are redeemed, and that's why the creation itself groans for redemption. കാരണം 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയിൽ വാഴുമ്പോൾ അവിടെ പാപം ഇല്ലാതെ, അതായത് നല്ല സുന്ദരമായ ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു വാഴ്ചയെക്കുറിച്ച് നാം 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് വായിക്കുന്നുണ്ട്. We read of the Lord's millennial reign, when it will be a time of justice and a beautiful time on this earth. മാത്രമല്ല, ദൈവം പാപമെല്ലാം നീക്കി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുവാൻ പോകുന്നു. Not only that, God will have all sins removed at the end, and He will have a new heaven and a new earth descend from Him. അതെ, ആ പ്രത്യാശയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. And that is the hope that we each should have. അതുകൊണ്ട് പുത്രത്തിനെ കാത്തുകൊണ്ട് ഞരങ്ങി ആ നിലയിലെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ആ പുത്രത്തിനെ കാത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. So may we look forward to eagerly waiting for the redemption of our body. അതെ, നാം പരദേശികളെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ സ്വന്തം നാട് അവിടെ സ്വർഗത്തിൽ ആയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലും പ്രത്യാശയിലും എപ്പോഴും നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. Understanding that we are foreigners, that our permanent place is in heaven, may we always live with that hope and that expectation. അതെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് തിരിയുമ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. When we skip to the next verse, we read this, for we walk by faith and not by sight. അതെ, ഞങ്ങൾ കാഴ്ചയാൽ അല്ല നടക്കുന്നത്, വിശ്വാസത്താലാണെന്ന് അപ്പോസ്തലൻ പറയുന്നു. Apostle Paul says we are not walking by sight but by faith. അതെ, 2 കൊരിന്ത്യർ 4:18 വാക്യത്തിൽ നാം വായിക്കുന്നു, കാണുന്നതല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന്. In the previous chapter, in verse 18, we read the apostle saying this, while we do not look at the things which are seen, but at the things which are not seen, for the things which are seen are temporary, but the things which are not seen are eternal. അതെ, കാണുന്നത് കണ്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God's desire concerning us is not to look at things that are visible. കാണുന്നതൊക്കെ താൽക്കാലികം, അത് നശിച്ചു പോകുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Because the things that are seen are temporary and they will be destroyed. അതെ, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂ പോലെയാണ് ഈ ലോകത്തിലെ എല്ലാം. It's like a flower that's seen today and will fade away tomorrow. ശലോമോൻ ഇതേക്കുറിച്ച് പറയുന്നു, മായ മായ, സകലവും മായ എന്ന്. Solomon concerning this says, vanity, vanity, all is vanity. അവിടെ നാം റോമാലേഖനം 8:24 വായിക്കുന്നു, ഈ പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. Concerning this, we also read in Romans chapter 8 and verse 24, for we were saved in this hope, but hope that is seen is not hope. But why does one still hope for what he sees? But if we hope for what we do not see, we eagerly wait for it in perseverance. മലയാളത്തിൽ സ്വല്പം തെറ്റുണ്ട്. അവിടെ ഈ പ്രത്യാശ എന്നുള്ള അതില്ല, പ്രത്യാശയാലല്ലോ എന്നേ അവിടെയുള്ളൂ. എന്നാൽ ഈ പ്രത്യാശയാൽ എന്നുള്ളതാണ് ശരി. അതായത് അതിൻ്റെ മേളത്തെ വാക്യം പറഞ്ഞ് നമ്മുടെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കും എന്നുള്ള ആ പ്രത്യാശയാലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. So we have been born again to this hope that our bodies will be redeemed.
ഈ അതിവിടെ പറയുന്നത് ഇനി കാണുന്നതിനായിട്ട് ഇനിയും എന്തിനാണ് പ്രത്യാശിക്കുന്നത്? കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്ന്. So the apostle is saying, if it's seen, there is no hope involved in it. But if we are waiting, or if we have things that are yet to be seen, then we wait patiently until it comes. അതെ, ഈ പ്രത്യാശയാലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. It is this hope through which we are saved. എബ്രായ ലേഖനം 11:1 വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന്. We read in Hebrews chapter 11 and in the very first verse, now faith is the substance of things hoped for, the evidence of things not seen. അവിടെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് അവിടെ വാസ്തവത്തിൽ കാണാത്ത കാര്യം എന്ന് പറയുന്നത്? What are the things not seen that's mentioned here? അതെ, കാണാത്ത കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ ക്രൂശിൽ 3 പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. When the Lord Jesus dies on the cross, or in the crucifixion scene, we see 3 people there. അതെ, ആ 2 കള്ളന്മാരും നടുവിലത്തെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. It is the 2 thieves and the Lord Jesus dying on the cross in the middle. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിൽ മരിച്ചപ്പോൾ കേവലം കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ലായിരുന്നു മരിക്കുന്നത് എന്നുള്ളതാണ്. But we also understand that when the Lord Jesus dies on that cross, it is not just him dying on that cross. കർത്താവായ യേശു ക്രിസ്തുവിനോട് മരിച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരും അവരെക്കുറിച്ച് എണ്ണുമ്പോൾ അവർ ദൈവ മക്കളായി തീരുന്നു. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് കർത്താവ് അവിടെ മരിക്കുന്നത്. But each of us, as we put our trust in the Lord Jesus Christ and identify with the death of Christ, we understand that Jesus Christ died there as all of our representatives. ലക്ഷം ആൾക്കാരാണ് ക്രിസ്തുവിനോട് കൂടെ വാസ്തവത്തിൽ മരിക്കുന്നത്. It is millions of people who identify with Christ and die along with him. അതാണ് വാസ്തവത്തിൽ കാണാത്ത കാര്യം എന്ന് പറയുന്നത്. That is in fact things that are not seen. ആ വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. It is by that faith that we are saved. ആ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ആ വിശ്വാസം നാം ഏറ്റുപറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. In Romans, what we read is that faith we confess. അതെ, അതുകൊണ്ട് ആ പ്രത്യാശയാൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് കാണുന്ന പ്രത്യാശയല്ല, താൽക്കാലികം മാത്രമാണ്. We are saved by that hope, and that which is seen is not hope. 1 പത്രോസ് 1:8 നാം വായിക്കുന്നുണ്ട്. 1:8, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. Peter says this in 1 Peter 1 and verse 8, whom having not seen you love, though now you do not see him, yet believing you rejoice with joy inexpressible and full of glory. അവനെ കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. Even though we have not seen our Lord, we love him. കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിൽ നാം അവനിൽ വിശ്വസിക്കുന്നു. Even though we have not seen him, we believe in him. അതെ, അത് കണ്ടുകൊണ്ടല്ല, കാണാത്തതിനെ അത്രേ വിശ്വസിക്കുന്നത്. It is not because we have seen, but without seeing we believe. അത് അന്ധവിശ്വാസമല്ല, നമ്മുടെ ആത്മീയ കണ്ടുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. It's not a blind faith, but seeing with our spiritual eyes we believe in him. 9-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. Because we read in the next verse that we rejoice with joy inexpressible and full of glory, receiving the end of your faith, the salvation of your soul. കർത്താവിനെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ നാം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. Without seeing him, we believe in him, we rejoice in him, and we have faith in him. യോഹന്നാൻ 20-ാം വാക്യത്തിൽ 29-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, തോമസിനോട് പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. The Lord Jesus told his disciple Thomas that you believe because you see. Blessed are those who do not see and yet believe. ഈ വിശ്വാസം പഴയ നിയമ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു. This belief or this faith was also characteristic of the Old Testament believers. അതെ, അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. We see
how the faith of Abraham is spoken of by the author of the book of Hebrews. അത് എബ്രായ ലേഖനം 11-ാം അധ്യായം 18 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. May we read Hebrews chapter 11 starting at verse 8. അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തെ അന്യദേശത്തെ എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. Verse 8 of Hebrews chapter 11. By faith Abraham obeyed when he was called to go out to a place which he would receive as an inheritance, and he went out not knowing where he was going. By faith he dwelt in the land of promise, as in a foreign country, dwelling in tents with Isaac and Jacob, the heirs with him of the same promise, for he waited for the city which has foundations, whose builder and maker is God. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്നാണ് പറഞ്ഞത്. When God called Abraham, he just told him to go to a place that God will show him. ഒന്നും കാണിച്ചുകൊണ്ടല്ല അബ്രഹാമിനെ ദൈവം വിളിച്ചത്. Nothing was made visible to him when God called him. എന്നാൽ യാത്ര പുറപ്പെട്ടു ചെന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവ് ദൈവം പറഞ്ഞു ഈ ദേശമൊക്കെ നിനക്ക് അവകാശമായി തരുമെന്ന്. But when he reached his destination, the Lord says, all this land I will give to you as an നീ inheritance. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കോ, നീ കാണുന്നതെല്ലാം നിനക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞു. Look to the east and the west. Everything that your eyes lay upon, I will give to you. എന്നാൽ അബ്രഹാം ആ ദേശത്തെ എങ്ങനെ പാർത്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. But we see how Abraham, or with what attitude Abraham lived in that land. അവന് വാഗ്ദത്ത ദേശത്തെ പരദേശിയായിട്ട് അന്യദേശത്തെന്ന പോലെ കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് വായിക്കുന്നത്. We read that he lived as if living in a foreign country, dwelling in tents. കാരണം അവനൊരു പ്രത്യാശയുണ്ടായിരുന്നു. അവന് ദൈവം ഈ ഭൂമിയല്ല വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന ആ വാസമിൽ ദൈവം ഒരുക്കുന്ന, അല്ലെ നാം ഒന്നാം വാക്യത്തിൽ വായിച്ചതുപോലെ ദൈവം ഈ കൂടാരമല്ല, ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണമായിട്ടാണ് താൻ നോക്കി പാർത്തത്. Because Abraham was looking forward to beyond this land that God gave him, he knew that he was waiting for a country whose builder and maker is ഈ God. കൂടാരം അഴിഞ്ഞു പോകുമെന്ന് അബ്രഹാമിനെ അറിയാമായിരുന്നു. Abraham knew that that tent will be destroyed one day. എന്നാൽ ദൈവം ഒരുക്കുന്ന ശാശ്വതമായ ഭവനമാണ് തനിക്ക് ലഭിക്കുവാൻ പോകുന്നത്. But he is about to receive a country that God is preparing for him. അതുകൊണ്ട് അന്യദേശത്തെ പരദേശിയെ പോലെ താൻ പാർത്തു. So he lived as a foreigner in a foreign land. അത് കാണുന്നതിനെ അല്ല, കാണാത്തതിനെ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം പാർത്തു. He looked forward and believed the things that were not seen before him. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ നിലയിൽ കാണുന്നതൊക്കെയും താൽക്കാലികമെന്ന് ഓർത്ത് കാണാത്തതായ ശാശ്വതമായതിനെ നോക്കി പാർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. We also in our day-to-day lives may we understand that the things that we see will be destroyed, but may we set our eyes on the things that are not seen. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കൂടെ തിരിയാം. May we go to the next verse again. അത് 8-ാം വാക്യം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. 2 Corinthians 5:8. We are confident, yes, well pleased rather to be absent from the body and to be present with the Lord. അതെ, ഫിലിപ്പി ലേഖനം 1-ാം 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. Apostle Paul in Philippians chapter 1 and verse 23 said this, that he wants to be, he is hard pressed and he desires to depart and be with Christ. അതെ, അത്യുത്തമം എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. He says that it is great for him, which is better. കാരണം അത് മോർ ബെറ്റർ, അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും പറയുവാനില്ല. ആ നിലയിലാണ് അപ്പോസ്തലൻ അവിടെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന ആ വിഷയം കാണുന്നത്. He says it is far better. There is nothing more to be said about that. When he considers being with Christ, that's far better than anything else. വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ തന്റെ ശരീരം വിട്ടുപിരിയുന്ന കാര്യത്തെ കുറിച്ചാണ് താൻ അവിടെ ഓർപ്പിക്കുന്നത്. When he says depart and be with Christ, he is talking about departing from his body. കാരണം ഈ ശരീരത്തിന് 1 കൊരിന്ത്യർ 5:15-20 വായിക്കുന്നു, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്ന്. In 1 Corinthians chapter 15 we read that the flesh and bones cannot inherit
inherit the kingdom of heaven. അതുകൊണ്ട് ഈ ശരീരം വിട്ടുപിരിയേണ്ടതേ ആവശ്യമായിരിക്കുന്നു. Therefore it's needful that a person leave or depart from his body to be with the Lord. ഈ ശരീരം ദ്രവത്വമുള്ളതാണ്. ഈ ദ്രവത്വമുള്ളത് വിട്ടിട്ട് അദ്രവത്വത്തെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. This body is corruptible, therefore we must leave what's corruptible and put on what's incorruptible. അതുകൊണ്ട് അവിടെ നാം വായിക്കുന്നത് ഈ ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. So there we read to depart this body and to be with Christ. അത് 1 തെസ്സലോനിക്കർ 4:17 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവനെ എതിരേൽപ്പാൻ ആകാശങ്ങളിൽ എടുക്കപ്പെടും എന്ന്. Well, concerning the rapture, we read in 1 Thessalonians chapter 4, when the Lord will descend with a shout, with the voice of an archangel, and with the trumpet of God, we see that the dead in Christ will rise first, then those who are alive and remain shall be caught up together with him in the clouds. അതങ്ങനെ വായിക്കുമ്പോൾ ഒരു ചിന്ത ഉണ്ടാകാൻ, നമ്മൾ ശരീരത്തോടു കൂടെ അങ്ങ് എടുക്കപ്പെടും എന്നൊരു ചിന്ത അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. And it's easy to think or misunderstand this verse and think that we will be bodily taken up with the Lord. എന്നാൽ ഈ ശരീരത്തോടു കൂടെ അല്ല നാം എടുക്കപ്പെടുന്നത്. But it is not with this body that we will be caught up with the Lord. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 52 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. But concerning that, we read in 1 Corinthians chapter 15, starting at verse 52. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവ്യത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവ്യത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകും. Verse 52, in a moment, in the twinkling of an eye, at the last trumpet, for the dead will be raised incorruptible, for the trumpet will sound, and the dead will be raised incorruptible, and we shall be changed. For this corruptible must put on incorruption, and this mortal must put on immortality. So when this corruptible has put on incorruption, and this mortal has put on immortality, then shall be brought to pass the saying that is written, death is swallowed up in victory. ഈ അന്ത്യകാഹളത്തിൽ കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ നാം എല്ലാവരും ആദ്യം രൂപാന്തരപ്പെടും. At the last trumpet, in the twinkling of an eye, we shall be changed. പിന്നെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. Then those who have died, they will resurrect, or they will be raised up. നാം പിന്നെയും പറയുന്നു, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നവിടെ പിന്നെയും പറയുന്നു. And then again it says that we shall be changed. അങ്ങനെ കാരണം ഈ ശരീരത്തിന് മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുക. Because flesh and bones cannot inherit the kingdom of God. കാരണം അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയും ഈ മരണം ഉണ്ടായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. That also implies that until the coming of the Lord, death will continue to happen. നമ്മുടെ പല പ്രിയപ്പെട്ടവരും അടുത്ത സമയങ്ങളിൽ തന്നെ കടന്നുപോയവരെ കുറിച്ച് നമുക്ക് അറിയാം. We know concerning many of our loved ones who have passed in the recent days. എന്നാൽ അവർ നമുക്ക് മുമ്പേ അവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. What we understand is that they will be raised up even before us who will be alive and അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. They have gone into the presence of the Lord. സങ്കീർത്തനങ്ങൾ 116:15 നാം വായിക്കുന്നുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. In Psalm 116 and verse 15, we read, precious in the sight of the Lord is the death of his savior, of his loved ones. അത് യഹോവയ്ക്ക് വിലയേറിയതാണെങ്കിൽ നാമും അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. And if it is precious in the sight of the Lord, we should see it the same way. നമുക്ക് അല്പം പ്രയാസങ്ങള് ദുഃഖമൊക്കെ ഉണ്ടായാലും അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യം ആയിരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. Even though it may cause pain and suffering for us, it is something that is pleasing അതുകൊണ്ട് to അതിൽ the നാം Lord. ആശ്വസിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. And therefore we must be comforted in that.
നാം ഫിലിപ്പ് ലേഖനം 3:21 വായിക്കുന്നുണ്ട്, കർത്താവ് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കി കർത്താവിനെ എതിരേൽപ്പാൻ നാം അടുക്കപ്പെടും എന്നവിടെ വായിക്കുന്നു. We read in Philippians chapter 3 and verse 21 that he will conform our bodies, he will transform our lowly body that it may be conformed to his glorious body according to the working in which he has been able to subdue all things to himself. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ നമ്മുടെ ഈ ശരീരമൊക്കെ ബലഹീനമായ ശരീരമാണ്. When we live in this world, our bodies are weak bodies. നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്നാണ് അവിടെ പറയുന്നത്. It is called a lowly body. അത് രോഗത്താലായിരിക്കാം, വാർദ്ധക്യത്തിന്റെ സുഖമായിരിക്കാം, ഏത് നിലയിൽ നോക്കിയാലും ശരീരം എപ്പോഴും ബലഹീനമായ ശരീരമാണ്. It could be because of sickness, it could be because of old age, but anytime we consider our body, it is a weak body. എന്നാൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കുന്ന ഒരു ദിവസമുണ്ട്. But there is a day coming when our lowly bodies will be conformed to his glorious body. കർത്താവ് ഇപ്പോൾ തന്നെ വന്നാൽ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിനോട് എടുക്കപ്പെടും. If the Lord comes right now, all of us will be changed and will be taken. എന്നാൽ അതിനു മുമ്പേ നമുക്ക് മുമ്പേ കടന്നുപോയ സകല വിശുദ്ധന്മാരും സകല ദൈവമക്കളും ഉയർത്തെഴുന്നേൽക്കും. But before that, all those who went before, they will be raised up and will be caught up with the Lord. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചു, മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് നാം വായിക്കുകയുണ്ടായി. In John's Gospel, we read this morning that those who died, those who are dead in Christ, will hear his voice and be raised up. മരിച്ചവർ എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുകയില്ല. Not all dead will hear his voice. അത് കാരണം അതിന് അടിസ്ഥാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ലാസറിന്റെ പേര് പറഞ്ഞു വിളിച്ചപ്പോൾ ലാസർ മാത്രമാണ് പുറത്തു വന്നത്. Because what we understand is when Lazarus was called by name, he was raised up. അതേപോലെ ദൈവമക്കളെ വിളിക്കുമ്പോൾ ദൈവമക്കൾ മാത്രമേ വരികയുള്ളൂ. So when God calls the children of God, only children of God will be raised up. കാരണം ക്രിസ്തുവിൽ അല്ലാത്ത മരിച്ചവർ ആരും ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കുകയില്ല. Because those who died without Christ will not be raised up at that time. അവരൊക്കെ പിന്നീട് അന്ത്യ ന്യായവിധിക്കായിട്ടാണ് അവരൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. They will be raised up again, but that will be for the final judgment. അതുകൊണ്ട് ഈ പ്രത്യാശ നമുക്ക് ഉള്ളവർ ആയിരിക്കണം. So we should have this hope. നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കണം, നാം പ്രവാസികൾ ആണ് എന്ന്. When we live in this world, we need to understand that we are foreigners. എന്നാൽ നാം ശരീരം വിട്ടാൽ നാം കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള ആ വലിയ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. But we also should have the hope that when we depart from our body, we will be present with the Lord. നാം കാണുന്നതിനെ അല്ല, കാണാത്തതിനെ കണ്ടുകൊണ്ട്, കാണുന്നതെല്ലാം ക്ഷണികമാണ്, കാണാത്തത് നിത്യമായതിനെ കാത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. And setting our minds and hoping for the things that are not seen, knowing that the things that are seen are temporary and fading. കർത്താവിനോടുകൂടെ വസിക്കുന്ന ആ അന്തമില്ലാത്ത ദിവസങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. May we also praise the Lord for the eternal or the endless days that we will be with him. നാം അവന്റെ മുഖം കണ്ടുകൊണ്ട് അവനോടുകൂടെ ആരാധിക്കും. We will see his face and we will worship him. അവിടെ ഇനി ശാപമില്ല, അവിടെ യാതൊരു ദുഃഖവുമില്ല. കർത്താവ് താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുമെന്ന് വെളിപ്പാട് പുസ്തകം 21 നാം വായിക്കുന്നു. In Revelation 21 we read that there is no death, there is no pain, that he will wipe every tear from their eyes. മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം, ദൈവം നമ്മോട് കൂടെയും നാം ദൈവത്തോടു കൂടെയും അവന്റെ മുഖത്തേക്ക് നോക്കി നാം അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. The dwelling of God will be with his people. We will behold his face and will worship him. അവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും വിളക്കിന്റെയും ഒന്നും ആവശ്യമില്ല. There's no need for sun or moon or any lamps there. അല്ലെങ്കിൽ കർത്താവ് തന്നെ അതിന്റെ വെളിച്ചമായിരിക്കും. The lamb or the Lord himself will be its light. എത്ര ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുന്നത്. What a blessed hope God has given to us. ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us to live in that hope. അതുകൊണ്ട് ഈ പരദേശവാസം ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ, സ്വന്തം നാട്ടിലേക്ക് പോകുവാനുള്ള ആ പ്രത്യാശയിൽ ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. May God help us to live in that hope with that expectation of going to our home, our permanent home that God is preparing for us. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുവാൻ. May God's name be glorified.